പാണ്ഡ്യരാജാവായ ഇന്ദ്രദ്യുമ്നൻ മലയജ പർവ്വതത്തിൽ തപസ്സനുഷ്ഠിക്കുന്ന കാലമാണ്. ആ സമയത്ത് അഗസ്ത്യമഹർഷി ആ വഴി വരികയാണ്. പക്ഷേ രാജാവ് അഗസ്ത്യമഹർഷിയെ കണ്ടില്ല. അഗസ്ത്യമഹർഷി വിചാരിച്ചു തന്നെ ആദരിക്കാതിരിക്കലാണ് ചെയ്യുന്നത് എന്ന് വിചാരിച്ചിട്ട് നീ ഒരു ആനയായി ജനിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ശപിക്കുകയാണ് രാജാവിന്. അദ്ദേഹത്തിൻ്റെ ശാപം വലിച്ചു ഗജേന്ദ്രൻ എന്ന പേരുള്ള ഒരു ആനയായിട്ട് ജനിക്കുകയാണ് രാജാവ്. കാട് മുഴുവൻ മതിച്ച് നടക്കുന്ന ഒരാന, അഹങ്കാരിയായ ആന. അങ്ങനെ ത്രികുടാചലത്തിൽ ഒരു തടാകത്തിൽ ഒരു ദിവസം പോയിട്ട് വെള്ളം കുടിക്കുകയാണ്. അങ്ങനെ വെള്ളം കുടിക്കുന്ന സമയത്ത് എല്ലാവരും കൂടെയുള്ളവരൊക്കെ വേഗം വെള്ളം കുടിച്ച് വേഗം നടന്നു പോയി. പക്ഷേ ഗജേന്ദ്രൻ അഹങ്കാരം മൂലം അവിടെ ആ തടാകം മുഴുവനും കലക്കി നശിപ്പിക്കുക ചെയ്തത്. ആ സമയത്ത് ഒരു മുതല വന്ന് കാലിൽ കടിക്കുകയാണ്. ചെറിയ മുതലയ്ക്ക് തന്നെ എന്ത് ചെയ്യാൻ കഴിയും എന്നുള്ള അഹങ്കാരമായിരുന്നു. എന്നാൽ വിചാരിച്ചതിലും ബുദ്ധിമുട്ടായിട്ട് മുതല ആഴങ്ങളിലേക്ക് ഗജേന്ദ്രനെ വലിച്ചു കൊണ്ടുപോകാൻ തുടങ്ങി. ഇനി തനിക്ക് ജീവിക്കാൻ വേറെ മാർഗങ്ങളൊന്നും ഇല്ല എന്നുള്ള ആ ഒരൊറ്റ വിശ്വാസത്തോടു കൂടി ഭഗവാനേ എന്നെ രക്ഷിക്കണേ എന്ന് പറഞ്ഞിട്ട് ഭഗവാന്റെ പാതാരവിന്ദങ്ങളിൽ വീഴുകയാണ് ഗജേന്ദ്രൻ. അത് കേട്ടതോടുകൂടി ഭഗവാൻ ഗരുഡൻ്റെ പുറത്ത് വന്നിട്ട് ഗജേന്ദ്രനെ രക്ഷിക്കുകയാണ്. ഈ മുതല ഒരു ഗന്ധർവനായതുകൊണ്ട് അദ്ദേഹത്തിന് ശാപമോക്ഷം ലഭിക്കുകയും ചെയ്യാണ്. അങ്ങനെ ഭഗവാൻ രക്ഷിച്ചതിന് ശേഷം വീണ്ടും ഗരുഡൻ്റെ പുറത്ത് വൈകുണ്ഠത്തിലേക്ക് തിരിച്ച് യാത്രയാവുകയാണ്.